the potential as well as the possibility to remain absolutely unruffled, unaffected, uncontaminated, undisturbed, unshaken, insulated from everything, പരിപൂർണമായി നമുക്കുണ്ട്. ഇതാണ് ഞാൻ പഠിച്ചത്. ന സ്പൃശ്യതേ നഭസ്തദ്വത് കാലസൃഷ്ടൈർ ഗുണൈഹി പുമാൻ. ആവിയും ഉയർച്ചയും ഒക്കെ ഉണ്ടല്ലോ. ഈ ലോകത്തിൽ നിന്ന് എന്തൊക്കെയോ ഒരു ആവിയായിട്ട് ഇങ്ങനെ മേപ്പെട്ട് ഉയരുന്നു, അത് കഴിഞ്ഞാൽ അത് തണുത്തിട്ട് താഴത്തേക്ക് വരുന്നു. ഈ ചക്രം ചാക്രികമായിരിക്കുന്ന ഗതികൾ ഇങ്ങനെ നടന്നോട്ടെ. ആകാശം ഇതിനെല്ലാം അധിഷ്ഠാനമായി, ആധാരമായി, അടിസ്ഥാനമായി അങ്ങനെ നിന്നു കൊടുക്കുക. ഈ ലോകത്തിൽ എന്ത് അനുഭവം ഉണ്ടാവണമെങ്കിൽ അനുഭവിക്കുന്ന ഞാൻ അവിടെ വേണം. ഇപ്പം ദുഃഖം അനുഭവിക്കണമെങ്കിൽ ദുഃഖം അനുഭവിക്കുന്ന അനുഭവി അവിടെ വേണം. അപ്പം അനുഭവി ഇല്ലാതെ അനുഭവം ഉണ്ടാവുമോ? അപ്പം എല്ലാ അനുഭവങ്ങളും വരണത് എന്തുകൊണ്ടാണ്? അനുഭവി അവിടെ ഉള്ളത് കൊണ്ടാണ്. എല്ലാം നമ്മുടെ മനസ്സിൽ പൊന്തിത്താഴുന്നു. പുറമേ നിന്ന് പല അനുഭവങ്ങളും നമുക്ക് വരണു. അത് വരണതും പോണതും സാധ്യമാകണമെങ്കിൽ വരാതെയും പോകാതെയും ഇരിക്കുന്ന താൻ അല്ലെങ്കിൽ ഞാൻ അവിടെ അങ്ങോട്ട് ഉണ്ടാവണം. അപ്പോൾ വന്നു പോകുന്ന സർവ്വ അനുഭവങ്ങളും ചൂണ്ടിക്കാട്ടുന്നത് എന്തിനെയാ? അനുഭവങ്ങളെയോ അതോ വരാതെയും പോകാതെയും ഇരിക്കുന്ന ഒരു ഘടകത്തെയോ? എന്തിനെങ്കിലും വരണമെങ്കിൽ ഞാൻ വേണമല്ലോ, എൻ്റെ അടുക്കലേക്കാണല്ലോ വരണത്, എന്നെ വിട്ടിട്ടാണല്ലോ പോണത്. പിന്നെ രണ്ടാമതും വരണമെങ്കിൽ ഞാൻ അവിടെ വരാതെയും പോകാതെയും ഇരിക്കണ്ടേ? അപ്പം എല്ലാ അനുഭവങ്ങളിലും അടിവരയിട്ട് തെളിയുന്നത് വരാതെയും പോകാതെയും ഇരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമുക്ക്. അപ്പം നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു ശരീരമാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഇന്ദ്രിയ തലമാണ് എൻ്റെ എന്ന് തെറ്റിദ്ധരിക്കേണ്ട. അത് ഏറ്റവും ഉപരിതലമാണ് ഇന്ദ്രിയതലം എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലാണ് വായുതലം എന്ന് പറയുന്നത്. അതിൻ്റെയും ഉള്ളിലാണ് പ്രാണൻ്റെ തലം. അതിൻ്റെയും ഉള്ളിലാണ് മനസ്ഥലം. അതിൻ്റെയും ഉള്ളിലാണ് ബുദ്ധിതലം. അതിനെ എല്ലാറ്റിനെയും താണ്ടിക്കിടന്നിട്ടാണ് ആത്മതലം. അങ്ങനെ ഒന്നൊന്നും ഉണ്ടോ? ആ ആത്മതലത്തിൽ ഒരു തരത്തിലുള്ള ബാധയും ഒരിക്കലും ഉണ്ടാകുന്നില്ല. അത് ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. ഒരു പ്രവൃത്തിയുടെ ഫലത്തിനും വിധേയമല്ല. അതിനെ സംബന്ധിച്ചാണ് കൃഷ്ണൻ പറയുന്നത് നായം ഹന്തി ന ഹന്യതേ. ആ ആത്മതലമുണ്ടല്ലോ അർജുന, അതൊരിക്കലും കൊല്ലുന്നില്ല, അതൊരിക്കലും കൊല്ലപ്പെടുന്നുമില്ല. പിറക്കില്ല ചാകയില്ലെന്നുമെന്നല്ലുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകയില്ല. അജന്നിത്യൻ അജന്നിത്യൻ ശാശ്വതനീ പുരാണൻ കൊല്ലപ്പെടാ മെയ് മുടിക്കുന്ന പോതും. ഇതങ്ങനെ എണീറ്റ് നിന്ന് നിങ്ങളൊന്ന് പാടുമോ? എന്നാലേ ശരിയാവുള്ളൂ. ന ജായതേ മ്രിയതേ വാ കദാചിത്. അങ്ങോട്ട് പാടണം. ആ അതിനൊരുക്കണ്ടോ? എന്നാ ഞാൻ ചൊല്ലിത്തരാം. ന ജായതേ മ്രിയതേ വാ. ഞാൻ ചൊല്ലിയാലുണ്ടല്ലോ എല്ലാവരും ഏറ്റു ചൊല്ലണം. ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജഃ നിത്യഃ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഭേഷായി ഒക്കെ മുക്തന്മാരായി. ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യഃ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഒരിക്കലും ഞാൻ ജനിക്കുന്നില്ല, മരിക്കുന്നുമില്ല. ജനിച്ചിട്ട് വേണം എനിക്ക് കുറേ കാലം ഇരിക്കാൻ എന്നില്ല. അത് ശരീരത്തിനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അജനാണ് ഞാൻ, നിത്യനാണ് ഞാൻ, ശാശ്വതനാണ് ഞാൻ. ശരീരം വീഴുമ്പോഴും ശരീരത്തിനെ കൊല്ലുമ്പോഴും എനിക്ക് വീഴ്ചയില്ല, ഞാൻ വധിക്കപ്പെടുന്നില്ല. അമരഗാനമാണത്, അമരഗാനമാണത്. ഇത് ആരെ പറ്റിയിട്ടാണ് ഈ പാട്ട് പാടുന്നത്? പുറം വസ്തുക്കളെ പറ്റിയിട്ടല്ല, പുറം ശരീരത്തെ പറ്റിയല്ല, ഉള്ളിലിരിക്കുന്ന മനസ്സിനെയും ബുദ്ധിയെയും പറ്റിയല്ല. ഇതിനെല്ലാം അടിത്തട്ടിലുള്ള ആത്മതലത്തെക്കുറിച്ചുള്ള അമരഗാനമാണിത്. ആത്മതലത്തെക്കുറിച്ചുള്ള അമരഗാനമാണിത്. ഇതാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ഞാൻ പഠിച്ചെന്നത് ഇതാ. അതുകൊണ്ട് നിങ്ങൾ എന്തു വേണം? ഒരു മന്ത്രം എപ്പോഴും ഓർമ്മ വയ്ക്കണം. അസംഗോഹം 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 പുനഃ പുനഃ സച്ചിദാനന്ദരൂപോഹം അഹമേവാഹമവ്യയഃ.
ഇതാണ് ഓർമ്മ വയ്ക്കേണ്ടത്. അസംഗോഹം പോരാ പോരാ, അസംഗോഹം 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 പുനഃ പുനഃ സച്ചിദാനന്ദരൂപോഹം സച്ചിദാനന്ദരൂപോഹം അഹമേവാഹമവ്യയഃ അഹമേവാഹമവ്യയഃ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിമാനമുണ്ടെങ്കിൽ ഇതാകട്ടെ നിങ്ങളുടെ അഭിമാനം. ഞാൻ ജനിക്കാത്തവനാണ്, ഞാൻ മരിക്കാത്തവനാണ്, ജനിച്ചതിന് ശേഷം ജീവിക്കുന്നവനല്ല. ജനനത്തിന് മുൻപും ഞാൻ ഉണ്ടായിരുന്നു, മരണാനന്തരവും ഞാൻ ഉണ്ടായിരിക്കും. ആ ഉള്ളവനും ഉണ്ടാകാൻ പോകുന്നവനുമാണ് ജനന മരണങ്ങൾക്ക് മധ്യേയുള്ള ഈ ജീവിതദശയിൽ വിരാജിക്കുന്നവനും പ്രകാശിക്കുന്നവനും. അതുകൊണ്ട് എന്നെ നിങ്ങൾ കല്ലെടുത്തെറിയാനോ ആയുധങ്ങൾ പ്രയോഗിച്ച് കൊല്ലാനോ നോക്കിയിട്ട് കാര്യമില്ല. ഒരാൾക്കും കീഴ്പ്പെടാത്തവൻ, ആർക്കും അതിക്രമിക്കാൻ പറ്റാത്തവനായിരിക്കുന്ന ശാശ്വത രൂപിയാണ് ഞാൻ. ശാശ്വത രൂപി. ആകാശം എങ്ങനെയോ അതുപോലെ. ആകാശവല്ലേപവിദൂരഗോഹം ആകാശവത് ലേപവിദൂരഗോഹം ആകാശവത് ലേപവിദൂരഗോഹം. ആകാശത്തെ പോലെ ലേപങ്ങളിൽ നിന്നെല്ലാം എത്രയോ ദൂരെയാണ് ഞാൻ. ഭൂമിയുടെ എന്ത് വിക്രിയയും ആകാശത്തിലേശില്ല. ജലം തളച്ചു മറിഞ്ഞ് നീരാവിയായാലും ആകാശത്തിൽ ഒരു പോറലുണ്ടാവില്ല. വായു എത്ര ഊതിയാലും ശരി. അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ അശോഷ്യയേവച നിത്യ സർവഗതസ്ഥാണു അചലോയം സനാതനഃ. ഭഗവത്ഗീതയിലുള്ള ആത്മഗാനങ്ങളാണിത് മുഴുവനും. എന്തിനാ നിങ്ങൾ പേടിക്കണത്? ദാരിദ്ര്യമാകട്ടെ, രോഗമാകട്ടെ, വേറെ എന്തെങ്കിലും ബാധയാകട്ടെ, തൊലി പുറമേ, തൊലി പുറമേ, അകത്തില്ല. ഇല്ല ഇല്ല. അത് മനസ്സിലാക്കാനുള്ള മനസ്സ് നമുക്ക് വേണം. കണ്ണുകൊണ്ട് പുറം വസ്തുക്കളെ കാണാൻ പറ്റുള്ളൂ. ബുദ്ധി കൊണ്ട് വേണം അകം വസ്തുവെ സമീപിക്കാൻ. അതാണ് 24 ഗുരുക്കന്മാർ ബുദ്ധ്യുപാശ്രിതാഹ എന്ന് അവധൂതൻ പറഞ്ഞത്. എൻ്റെ ബുദ്ധിയെ ആശ്രയിച്ചുകൊണ്ട് 24 വസ്തുക്കളെ ഞാൻ കണ്ടതിന് ശേഷം എല്ലാവരെയും ഗുരുക്കളാക്കി ആ ഗുരുക്കളിൽ നിന്ന് ഓരോ പാഠം ഞാൻ പഠിച്ചു. ആകാശവും എൻ്റെ ഗുരുവാണ്. എൻ്റെ ബുദ്ധിയുടെ മുൻപിൽ ആ ആകാശത്തിൽ നിന്ന് നഭസ്ത്വം, ആ ആകാശം എങ്ങനെ നിലനിൽക്കുന്നുവോ പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന ഈ ലോകത്തിൽ പ്രകൃതികളും വികൃതികളുമായി പലതും ഇവിടെ അമ്മാനയാടി നടക്കുന്ന സമയത്തും ആകാശം ഒരു കൂസലുമില്ലാത്തതുപോലെ എൻ്റെ ഉള്ളിൽ കൂസലില്ലാത്തതായ വിശേഷപ്പെട്ട ഒരു നിശ്ചല വൈഭവം ഇതാ അങ്ങനെ നിൽക്കുന്നു. എവിടെ? എൻ്റെ ഉള്ളിൽ. എൻ്റെ ഉള്ളിൽ ഏത് വലിയ കള്ളനും കട്ടിട്ട് കിടന്നുറങ്ങും, പരമദുഷ്ടനും ഉറങ്ങും. ബ്രാഹ്മണൻ തപസ് ചെയ്ത് ഊക്ക് കഴിച്ചതിന് ശേഷം ബ്രാഹ്മണനും കിടന്നുറങ്ങും. ആ ഉറങ്ങുന്ന സമയത്ത് ഉറക്കത്തിന് വ്യത്യാസമില്ല. എല്ലാവരും ഒരുപോലെയാണ് കിടന്നുറങ്ങുന്നത്. ഉറക്കം ഉള്ളിൽ നിന്ന് വരുന്നതാണ്, പുറമേ നിന്നല്ല. അതിന് പഠിപ്പ് വേണ്ട, സ്ഥാനമാനങ്ങൾ വേണ്ട, ശക്തി വേണ്ട, ഒന്നും വേണ്ട. ഉറക്കമാണ് നമ്മുടെ ഉണർന്നിരിപ്പിന് ആധാരമായിട്ടുള്ളത്. ആ ഉറക്കത്തിലാണ് സെല്ലുകളെല്ലാം നശിച്ചു പോയത് ഉണ്ടാവുന്നത്. അത് ഉണ്ടായാലേ പിന്നെ ഉണർന്നിരിക്കാൻ പറ്റുള്ളൂ. ആ ഉറക്കം ഉള്ളിൽ നിന്ന് സ്ഫുരിക്കുന്നതാണ്. ആ ഉറക്കത്തിൽ എല്ലാവരും നിർബാധിതരെന്നതുപോലെ നിർബാധിതരാകുന്ന ഒരു പ്രബുദ്ധ സ്ഥിതിയുണ്ട്. അതാണ് ഈ സമാധി, ജീവൻ മുക്തി എന്നൊക്കെ പറയുന്നത്. ആകാശമാണതിന് ദൃഷ്ടാന്തം. ആകാശവത് ലേപവിദൂരഗോഹം. ആകാശത്തിനെ പോലെ നിർലിപ്തനാണ് ഞാൻ, നിർലിപ്തനാണ് ഞാൻ. ആകാശവത് ലേപവിദൂരഗോഹം ആദിത്യവത് ഭാസ്യവിലക്ഷണോഹം. ആദിത്യൻ, ആ ആദിത്യൻ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നു. എന്നാൽ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന ആദിത്യനെ പ്രകാശിപ്പിക്കാനായി വേറെ ഒന്ന് വേണോ? വേണ്ട.
അതുപോലെ ഞാൻ സ്വയം പ്രകാശമാണ്. സ്വയം പ്രകാശമാണ്. ഉറങ്ങുമ്പോൾ എന്നിൽ ബുദ്ധിയില്ല, മനസ്സില്ല, ശരീരമില്ല, ലോകമില്ല, എല്ലാം മറന്നിട്ടാണ് കിടന്നുറങ്ങുന്നത്. എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് പറയുന്നത്, എല്ലാം വിട്ടു മറന്ന് ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങിയത്. എന്താ അതിനർത്ഥം? ആ ഉറക്കത്തിനെ പോലും പ്രകാശിപ്പിച്ചുകൊണ്ട് സ്വയം പ്രകാശമായിട്ടൊരു സാക്ഷി അവിടെ നിൽക്കുന്നു എന്നല്ലേ അതിനർത്ഥം. ആദിത്യവദ്ഭാസ്യ വിലക്ഷണോഹം അഹാര്യവത് നിത്യവിനിശ്ചലോഹം. പർവ്വതം പോലെ, ഹിമാലയം പോലെ, മഹാമേരു പോലെ ഞാൻ ഒരിക്കലും ഇളക്കം തട്ടാത്തവനാണ്. എൻ്റെ ശരീരത്തിന് ഇളക്കം വരാം, എൻ്റെ മനസ്സിന് ഇളക്കം വരാം, ബുദ്ധി ഇളകിയെന്ന് വരാം. ഇവയ്ക്കെല്ലാം സാക്ഷിയായി എല്ലാം സുസാധ്യമാക്കുന്ന ഒരു അന്തര്യാമിയുടെ ഒരു തലമുണ്ട്, അന്തരാത്മാവിൻ്റെ ഒരു തലം. ആ തലത്തിന് ഒരു ഇളക്കവുമില്ല. അപ്പം നിങ്ങളെ പ്രകൃതിയും ഈശ്വരനും സൃഷ്ടിച്ചിട്ടുള്ളത് പാപ്പരന്മാരായിട്ടോ അതോ പ്രബുദ്ധന്മാരായിട്ടോ? ഒന്ന് മനസ്സിലാക്കോ കൂട്ടരെ നിങ്ങൾ ഈ പൈതൃകം ഒന്ന് മനസ്സിലാക്കോ. ഇത് സ്കൂളിലെ അധ്യാപകന്മാർ പാടില്ല, കോളേജിലെ ലെക്ചറർമാർ പാടില്ല, റിസർച്ച് സെൻറ്റേഴ്സിലുള്ള ഗൈഡ്സുമാർ ഇത് പാടില്ല. ഇത് പാടണമെങ്കിൽ അവധൂതന്മാർ ഞങ്ങളെപ്പോലെയുള്ളവർ വേണം ഇത് പാടാൻ. വേറൊരാളിത് പാടില്ല. അവരുടെ വായിന്ന് ഇത് വരില്ല. ഭാര്യ, മക്കള്, കുട്ടികള്, പണം, 4 വീട്, അയ്യോ ഇതൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ പാടിയ എല്ലാവരും എന്തു പറയും? അമരഗാനം മനുഷ്യരുടെ വായിന്ന് വരില്ല. ആകാശവല്ലേപവിദൂരഗോഹം ആദിത്യവത് ഭാസ്യ വിലക്ഷണോഹം അഹാര്യവത് നിത്യവിനിശ്ചലോഹം അംഭോധിവത് പാരവിവർജിതോഹം. സമുദ്രത്തെ പോലെ അനന്തമാണ്, എനിക്ക് അതിർത്തിയില്ല. സമുദ്രത്തെ പോലെ വ്യാപകമാണ് ഞാൻ. ഈ പാട്ട് ഒരു നേരം ഒരു തവണയെങ്കിലും ഒന്ന് പാടൂ. നിങ്ങളുടെ മനസ്സിലുള്ള ഏഴത്തം പമ്പ കിടക്കട്ടെ. ഈ ലോകം നന്നായതിനു ശേഷം നമുക്ക് ചിരിക്കാൻ പറ്റില്ല. പെണ്ണിനെ കെട്ടിയാൽ കാല് കെട്ടി, കുട്ടി ഉണ്ടായാൽ വായ കെട്ടി എന്നാ പ്രമാണം. നിങ്ങളൊക്കെ കെട്ടിയിട്ടുള്ളവരും കെട്ടിയവരും കെട്ടപ്പെട്ടവരുമാണ്. ഒരു പക്ഷേ അത് സാധിക്കില്ല. കാലത്ത് എണീറ്റ് ഈ ഒരു പാട്ട് പാടൂ. ആകാശവല്ലേപവിദൂരഗോഹം ആദിത്യവത് ഭാസ്യ വിലക്ഷണോഹം അഹാര്യവത് നിത്യവിനിശ്ചലോഹം അംഭോധിവത് പാരവിവർജിതോഹം. ഇത് ആരെ പറ്റിയിട്ടായി പാടുന്നത്? അഹം. എന്താ ഈ അഹം? ഞാൻ എന്ന് നിങ്ങൾ പ്രതിദിനം പ്രതിക്ഷണം തന്നെ പറയുന്നുണ്ടല്ലോ. ആ പറയുന്നത് കൊണ്ട് സൂചിപ്പിക്കുന്നതായ സത്താവിശേഷം എന്തോ, ചേതനാത്മകത്വം എന്തോ, ബോധസ്വരൂപമായിട്ടുള്ള ആ വസ്തു എന്തോ, അതിനെക്കുറിച്ചിട്ടാണ് ഈ പാടുന്നത്. പുറം ഒരാളെ പറ്റിയിട്ടല്ല. ഇത് മഹാവിഷ്ണുവിൻ്റെ സഹസ്രനാമമല്ല, ശിവസഹസ്രനാമമല്ല, ലളിതാ സഹസ്രനാമമല്ല. തന്നെ കുറിച്ചിട്ടുള്ള പരമാർത്ഥ ഗാനമാണിത്. പരമാർത്ഥ ഗാനം. ഇത് പാടുന്നതിന് നിങ്ങൾക്ക് ആരുടെ സർട്ടിഫിക്കറ്റ് വേണം? ആരുടെ തീട്ടൂരം വേണം? ആരുടെയാ വേണ്ട? ഒരൊറ്റ ആളുടെ വേണ്ട. നിങ്ങളുടെ വായുടെ സാങ്ഷൻ വേണം, മനസ്സിൽ അഭിലാഷം വേണം, ബുദ്ധി സമ്മതിക്കണം. ഇതിന് വേറെ ഒന്നും നമുക്ക് വേണ്ട. ഈ ആകാശത്തിൽ നിന്ന് പഠിക്കുന്നത് എന്താ? യോഗവാസിഷ്ഠ രാമായണത്തിൽ വസിഷ്ഠൻ ഉപദേശിക്കുന്ന സമയത്ത് ശ്രീരാമൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞു കൊടുക്കുന്നു. ഒരു എഴുത്ത് വന്നിരിക്കുന്നു. മുക്തിസുധാകരം കേൾക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞ് വളരെ വിശേഷപ്പെട്ട ഒരു എഴുത്ത്. അധികം ചെറിയ ഒരു പീസിലാണ് എഴുതിയിരിക്കുന്നത്. അവരെഴുതിയിരിക്കുക, ശ്രീമദ് ഭാഗവതത്തെ പറ്റി സ്വാമിജി സംസാരിക്കുന്നുണ്ടല്ലോ. ഈ സംസാരത്തിൽ അഷ്ടാവക്ര സംഹിത, യോഗവാസിഷ്ഠ രാമായണം, വിവേക ചൂടാമണി, അപരോക്ഷാനുഭൂതി, ദൃഗ്ദൃശ്യ വിവേകം എന്ന് തുടങ്ങി പലതിൽ നിന്നും അങ്ങ് പലതും ഉദ്ധരിച്ചുകൊണ്ട്, ഉപനിഷത്തുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇത് സംസാരിക്കുമ്പോൾ ശ്രീമദ് ഭാഗവതത്തിന് ഇത്രയധികം ആധികാരികത്വമുണ്ടോ, അതിൻ്റെ ഉള്ളിൽ ഇത്ര പ്രൗഢ ഗാംഭീര്യമുണ്ടോ എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. പറയാൻ വാക്കില്ല എന്ന് പറഞ്ഞ് പ്രവചനത്തെയും പ്രവക്തായെയും കുറച്ച് കേമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പം എനിക്കത് കേട്ടിട്ട് വളരെ സന്തോഷം തോന്നി. ശ്രീമദ് ഭാഗവതത്തിൽ ഇപ്പം ഞങ്ങൾക്ക് കൂടുതൽ ആഴം വന്നിരിക്കുകയാണ്. അതിലുള്ള ശ്ലോകങ്ങളും അതിലുള്ള സംവാദങ്ങളുമെല്ലാം കൂടുതൽ ശ്രദ്ധയോടുകൂടി പരിഗണിച്ച് ചികഞ്ഞ് ചുഴിഞ്ഞ് ഉള്ളിൽ പോയി കൂലങ്കഷമായി പഠിച്ച് ഗ്രഹിച്ച് സ്വയം നന്നാവണം എന്ന് തോന്നുന്നു. എനിക്ക് തോന്നി പരമസന്തോഷം. നമ്മുടെ മുക്തി സുധാകരം സഫലമായി, സാഫല്യം ദീപ്തിപൂർണമായി. അതിന് തുറന്നാലും തുറന്നില്ലെങ്കിലും ശരി.
ഇത്ര ആയില്ലോ. 40-45 ലക്ഷം പേര് ആരും കേൾക്കാത്ത ഈ പുരാണം കേൾക്കണം എന്ന് പറഞ്ഞ് ഇത്രയധികം ആൾക്കാർ കേൾക്കാൻ തുടങ്ങിയെന്ന് കേട്ടപ്പോൾ എനിക്കിതിനൊന്നും വിലമതിക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. ദിസ് ഈസ് ഓൾ ദ ഗ്രേറ്റ്നെസ് ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് ദ മോഡേൺ ടെക്നോളജി ആൻഡ് ദ വാസ്റ്റ് പൊട്ടൻഷ്യൽ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഇറ്റ് കമാൻഡ്സ് ഫോർ ഇറ്റ്സെൽഫ്. ഇതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ശ്രീമദ് ഭാഗവതം സ്വതവേ ഞങ്ങളൊരു പുരാണം എന്നാണ് ധരിച്ചത്. ഇതൊരു പുരാണമൊന്നുമല്ല, അത് വിശേഷപ്പെട്ട ഒരു ശാസ്ത്രമാണ്. അത് മനസ്സിലാക്കാൻ ഈ മുക്തി സുധാകരൻ വേണ്ടി വന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആദ്യമേ മുതൽക്ക് വേദവ്യാസ മഹർഷി ഇതൊരു ശാസ്ത്രമാണ്, പാരമഹംസ സംഹിതയാണെന്ന് പറയുന്നുണ്ട്. കേരളത്തിൽ അനവധി സപ്താഹങ്ങളും നടക്കുന്നു. ഇതൊക്കെ ആയിട്ടും ഇതൊരു അതിമഹത് ശാസ്ത്രമാണ്. ബുദ്ധിജീവികൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതുമാണ് എന്ന് മനസ്സിലാക്കിയില്ലല്ലോ എന്നൊരു വിഷമം. ഇപ്പോഴെങ്കിലും കുറച്ചൊരു വക്കതിൻ്റെ പൊട്ടിക്കാൻ അവർക്ക് സാധിച്ചാൽ എനിക്ക് വളരെയധികം സന്തോഷം. അപ്പോൾ ശ്രീരാമനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വസിഷ്ഠൻ. ഈ യോഗവാസിഷ്ഠത്തിനെ പറ്റി സ്വതവേ ഭാരതത്തിൽ ആരും അങ്ങനെ സംസാരിക്കാറില്ല. ഞാൻ യോഗവാസിഷ്ഠത്തിനെ പറ്റി വളരെ മുമ്പ് മുതൽക്ക് സംസാരിക്കാൻ തുടങ്ങിയതാണ്. നല്ലതാണെന്ന് കണ്ടപ്പോൾ ഉടനെ കേൾക്കുന്നവർക്ക് അത് പങ്കുവയ്ക്കണം എന്ന് എനിക്ക് തോന്നി. ഞാൻ ഒന്നാം തരം ഒരു പാലടപ്രഥവനായിട്ടാണ് ഈ യോഗവാസിഷ്ടം വിതരണം ചെയ്യുന്നത്, വിളമ്പി കൊടുക്കുന്നത്. അതിപ്പോൾ സന്തോഷമായിട്ട് കേൾക്കുന്നുണ്ടല്ലോ ഈ കണ്ട ആൾക്കാർ. സന്തോഷം. അന്തശൂന്യോ ബഹിശൂന്യോ ശൂന്യകുംഭൈവാംബരേ അന്തഃപൂർണോ ബഹിഃപൂർണോ പൂർണ്ണകുംഭൈവാർണവേ. ഈ സമാധി എന്നുള്ള വാക്ക് പലരും കേട്ടിട്ടുണ്ടാവും. അവർ കേട്ട് വിചാരിക്കും ഞങ്ങൾക്കൊക്കെ ഇത് കിട്ടുമോ. ആര് പറഞ്ഞു കിട്ടുമോ എന്ന് സംശയിച്ചവന് കിട്ടില്ല, സംശയമില്ലാത്തവനോ പെട്ടെന്ന് കിട്ടും ചെയ്യും. ഇതെന്താ പുറമേ ഉള്ളത് വലുതാ? ചന്ദ്രനെ പിടിച്ച് കക്ഷത്ത് വയ്ക്കാനാണ് നമ്മൾ നോക്കണത്. എന്താ ഈ സമാധി എന്ന് പറയുന്നത്? എവിടെയാണോ നാം ചെന്ന് പെട്ടുകിടന്നുറങ്ങുന്നത് ആ ഉറക്കം എന്ന് പറയുന്ന അജ്ഞാന കവാടം ഒഴിവാക്കി അങ്ങനെ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ സാധിച്ചാൽ സമാധിയായി. എന്താണ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അത് സമാധിയായി. എങ്ങനെ നിങ്ങൾ ഉണർന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നില്ലേ? അതുപോലെ ഞാനിതാ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഒന്നും അറിയുന്നില്ല. അറിയാനായി ഒന്നും എൻ്റെ മുൻപിലില്ല. അതുകൊണ്ട് അറിയപ്പെടൽ എന്നൊരു പ്രക്രിയയില്ല, അറിയുക എന്നൊരു പ്രക്രിയയില്ല, അറിയുന്നവനും ഇല്ല. അറിയുന്നവനും അറിയപ്പെടുന്നതും അറിയുവൻ ഇതൊന്നുമില്ലാതെയിരിക്കുന്ന, ത്രിപുടി പോലും ഇല്ലാതെയിരിക്കുന്ന വിശേഷപ്പെട്ട ചതുർത്ഥമായിരിക്കുന്ന ദശയാണ് എന്ന് അനുഭവിക്കാൻ സാധിക്കും. ഉള്ളിലുള്ളതാണ്. അതിനെന്താ വേണ്ടത്? വൈരാഗ്യം. എന്താ ഇത്? എല്ലാവരെയും പിടിച്ചു പൊത്തി മകന് 40 വയസ്സായ മകനെ ചൊല്ലി അമ്മയ്ക്ക് ദുഃഖമാണത്ര. അവർ സ്വയം ദുഃഖിക്കണില്ല. 40 വയസ്സായ മകനും മകൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ഒരു ദുഃഖമില്ല. അവർ വിചാരിച്ചിട്ട് അമ്മയ്ക്കാണ് പിറുപിറു. ഇതെന്തത്? എന്ത് പിറുപിറു? അവർക്ക് ദുഃഖമില്ലെങ്കിൽ പിന്നെ എന്തിനായി അമ്മയ്ക്ക് ദുഃഖം? എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ മകനത് ചെയ്തില്ല. ഇതിനെന്താണ് അവസാനം? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉള്ളിലാണ് ഈ സ്ഥിതി. അത് വിചിന്തനം ചെയ്ത് ബുദ്ധി കൊണ്ട് കടഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഭക്തി കൊണ്ട് അതിൻ്റെ അടുത്ത് എളുപ്പത്തിൽ ചെല്ലാൻ സാധിക്കും. ആ ഭക്തിയാണ് ശ്രീമദ് ഭാഗവതത്തിൽ കൂടുതലായി പറയുന്നത്. അന്തശൂന്യോ ബഹിശൂന്യോ ശൂന്യകുംഭൈവാംബരേ അന്തഃപൂർണോ ബഹിഃപൂർണോ പൂർണ്ണകുംഭൈവാർണവേ. 2 നിലയാണ് ഈ സമാധിയെ ദൃഷ്ടാന്തപ്പെടുത്താനായി വസിഷ്ഠ മഹർഷി ഇവിടെ ഉപയോഗിക്കുന്നത്. എന്താ? അന്തശൂന്യോ ബഹിശൂന്യോ ശൂന്യകുംഭൈവാംബരേ. ഒരു കുടം എടുത്ത് ശൂന്യാകാശത്തിൽ അങ്ങോട്ട് ഠപ്പ് അങ്ങോട്ട് ഇട്ടാൽ അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും? ശൂന്യം. പുറത്തോ? ശൂന്യം. അപ്പോൾ ഉള്ളിലൊന്നുമില്ല, പുറത്തൊന്നുമില്ല. അങ്ങനെ ഒന്നുമില്ലായ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സാധാരണ ഇവിടെ നമുക്ക് ചിന്തകൾ, ആവലാതികൾ, പല വിധത്തിലുള്ള ഓർമ്മകൾ, അഭിലാഷങ്ങൾ, ഉന്നങ്ങൾ, ലക്ഷ്യങ്ങൾ, ബാധകൾ, കോട്ടങ്ങൾ, നൂലാമാലുകൾ, പ്രശ്നങ്ങൾ, ഇങ്ങനെ പലതുമാണല്ലോ നമ്മുടെ മനസ്സ് തൊടുത്തുവിടുന്നത്. ഇതൊന്നുമില്ലാതെയാവും. ആ ഉള്ളിലുള്ളതെല്ലാം അലിഞ്ഞു പോയാൽ പിന്നെ പുറത്ത് പെർസെപ്ഷൻ എന്നൊന്നു പോലും ഉണ്ടാവില്ല. എങ്ങാനും കണ്ടാലും കണ്ടതൊന്നും മനസ്സിൽ രജിസ്റ്റർ ചെയ്യില്ല. അങ്ങനെ കണ്ടില്ല. അതാണ് ഒരു നില. ഇനി വേറൊരു നില പറയുകയാണെങ്കിലോ, അങ്ങനെ ഒന്നുമില്ലാത്തൊരു ശൂന്യ നിലയാണോ സ്വാമിജി? അല്ല, അതൊരു പൂർണ്ണ നിലയാണ്. ഏതുപോലെ? അതേ കുടമെടുത്ത് അതിൻ്റെ സമുദ്രജലം നിറച്ച് നിങ്ങൾ ആ സമുദ്രത്തിൻ്റെ ഉള്ളിൽ മുക്കിയങ്ങളിട്ടാലത്തെ സ്ഥിതി എന്താ? അന്തഃപൂർണോ ബഹിഃപൂർണോ പൂർണ്ണകുംഭൈവാർണവേ.
അകത്തും ഉപ്പുരസം നിറഞ്ഞു, വെള്ളം പുറത്തുമുണ്ട്. അങ്ങനെ പൂർണ്ണമായി കിടക്കണു അതേ കുടം. അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ആനന്ദം, ആ അനുഭവ മികവ് പൂർണ്ണമാകുന്ന ഒരു നിലയാണ്. അതേ സമയത്ത് സർവ്വവിധത്തിലുള്ള ആവലാദികളും മനോവൃത്തികളും ചിത്തവൃത്തികളും ബുദ്ധിവൃത്തികളും എല്ലാം ഇല്ലാതെയായി ചിതാകാശം പോലെ ശുദ്ധമായിരിക്കുന്ന ശരത് ആകാശം പോലെ ആയിത്തീരും. ഇതാണ് ആ നില. ഇതാണ് ഞാൻ ആരുടെ അടുത്ത് നിന്ന് പഠിച്ചത്? ആകാശത്തിൽ നിന്ന് പഠിച്ചത് ഇതാണ്. ഇനി വെള്ളത്തിൽ നിന്ന് പഠിച്ചത് എന്താ? ആപോഗ്നിശ്ചന്ദ്രമാരവിഹി, വെള്ളത്തിൽ നിന്ന്. സ്വച്ഛ പ്രകൃതിത സ്നിഗ്ധോ മാധുര്യസ്തീർത്ഥഭൂർണൃണാം മുനി പുനാത്യപാമിത്രം ഈ ക്ഷോഭസ്പർശകീർത്തനൈ. എങ്ങനെയാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുക? ഞാൻ നിങ്ങൾക്ക് വലിയൊരു സർട്ടിഫിക്കറ്റ് തന്നാൽ നിങ്ങൾ അതൊക്കെ മേടിച്ചു കൊണ്ടുപോവോ? മിണ്ടില്ല. നല്ല ഒരു സർട്ടിഫിക്കറ്റ്, അധ്യാത്മ സർട്ടിഫിക്കറ്റ് തന്നാൽ നിങ്ങൾ മേടിച്ചു കൊണ്ടുപോവോ? നിങ്ങളെല്ലാവരും ജലം പോലെയാകണം. എങ്ങനെയാ ഈ ജലം? സ്വച്ഛ പ്രകൃതിത സ്നിഗ്ധ മാധുര്യ തീർത്ഥഭൂർണൃണാം. സ്വതവേ നമ്മുടെ ജീവിതം സ്വാർത്ഥംബരികളാണ്. ആ സ്വാർത്ഥത എന്നുള്ളത് വിട്ട് പരാർത്ഥമായിരിക്കുന്ന ഒരു സമീപനം നിങ്ങൾ ഇന്നു മുതൽക്ക് സ്വീകരിക്കൂ. ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കണു? എനിക്ക് വേണ്ടിയിട്ടല്ല. എന്നെ പ്രസവിച്ചത് ആരാ? അച്ഛനും അമ്മയും. അവർ പ്രസവിച്ചതാണ് എൻ്റെ ശരീരം. ഞാൻ നിൽക്കുന്നത് ഭൂമിയിലാണ്. എന്നെപ്പോലെ എല്ലാവരെയും പ്രസവിച്ചവരാണ് ചുറ്റും. അവരെ പോലെ ഒരുവൻ ഞാൻ. എനിക്ക് എല്ലാവരോടും കൂടി ഒരു കൂട്ടായ്മയുണ്ട്. എൻ്റെ ജീവിതം കൊണ്ട് പരമാവധി സഹായവും ഉപകാരവുമാണ് ഞാൻ ബാക്കിയുള്ളവർക്ക് ചെയ്യുക. ഉപദ്രവം ഒരാൾക്കും ചെയ്യില്ല. മുമ്പ് പറഞ്ഞ മാതിരി പരോപകാരാർത്ഥമിതം ശരീരം, എൻ്റെ ശരീരം പരോപകാരാർത്ഥമാണ് എന്ന് വിചാരിച്ച് ആ പരോപകാരം എന്നുള്ളൊരു വിചാരം നിങ്ങൾക്കുണ്ടാവട്ടെ. ഏതുപോലെ? ജലത്തെ പോലെ. ആ ജലം അതിൻ്റെ പാട്ടിൽ നിൽക്കുന്നു, നിങ്ങളെ ഒന്നും ആശ്രയിക്കുന്നില്ല. നിങ്ങളാണ് വീട്ടിൽ ജലത്തിന് ആവശ്യത്തിന് വേണ്ടി പല പാത്രങ്ങളിലും ടാപ്പുകളുമാക്കി ഉപയോഗിക്കുന്നത്. ജലം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ പെരുമാറിക്കോളൂ, കൊണ്ടു നടന്നോളൂ എന്ന് പറയുക. സ്വച്ഛ, എന്തെല്ലാം മാലിന്യം ജലത്തിൽ വന്ന് കലർന്നാലും പിന്നെയും ആ ജലം ശുദ്ധമായി തീരും. പുഴയിൽ എന്തൊക്കെയാ കലരുന്നത്? അത് ഓടി 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 ആ കലർന്ന സാധനങ്ങളെയൊക്കെ വിട്ട് ഒഴുക്ക് വെള്ളത്തിന് അശുദ്ധിയില്ല എന്ന് പറയും, മാലിന്യമില്ല എന്ന്. അത് പിന്നെയും പവിത്രമായി പോണു. അവസാനം എവിടെയാ ചെന്ന് ചേരുന്നത്? സമുദ്രത്തിൽ ചെന്ന് ചേർന്നതോടുകൂടി എല്ലാ ഒഴുക്കുകളെയും, അയ്യോ നിങ്ങൾ എൻ്റെ അടുത്ത് വരരുത്, ഇത്ര വൃത്തികേടോട് കൂടിയിട്ടാണ് വരണത്, എനിക്ക് സഹിക്കാൻ പറ്റില്ല, എൻ്റെ സമുദ്ര സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞ് സമുദ്രം പുഴകളോട് കംപ്ലൈൻറ്റ് പറയുന്നുണ്ടോ? എന്താ മിണ്ടാത്തേ നിങ്ങൾ? പറയുന്നുണ്ടോ? അതുമാതിരി നിങ്ങൾ കംപ്ലൈൻറ്റ് പറയരുത്, ഒരാളെ കുറിച്ചും പറയരുത്. ആ ഒഴുക്കിനെ മുഴുവൻ സ്വീകരിച്ചിട്ടോ ആ ചളിയും അശണ്ടയൊക്കെ താഴത്തേക്ക് പോയി. ആ വന്ന സമുദ്രത്തിൽ വന്നു ചേർന്നത് ഉപ്പുരസമുള്ളതല്ല. തൻ്റെ ഉപ്പുരസം അത് കൊടുത്തതോടുകൂടി അത് പരമശുദ്ധമായി. പിന്നെ അവിടുന്ന് അങ്ങോട്ടോ മിണ്ടാണ്ടി ഇരിക്കുന്നു. സമുദ്രം ആവിയായി മേപ്പോട്ട് പോണു. പിന്നെയും ശുദ്ധവെള്ളം വന്നു പെയ്തു. അങ്ങനെ ആർക്ക് എന്തു വേണമെങ്കിൽ തന്നെ കൊണ്ട് ചെയ്യാം. ഒരു ഉപദ്രവവും താൻ ചെയ്യില്ല, തന്നെ ഉപയോഗിച്ചോട്ടെ എന്ന് പറഞ്ഞ് allow yourself to be utilized by the world for its own beneficial purposes. എൻ്റെ ജീവിതം ലോകത്തിന് വേണ്ടി ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. ലോകം എങ്ങനെയൊക്കെ വേണമെങ്കിൽ എന്നെ ഉപയോഗിച്ചോട്ടെ. ഒരു പുഴ ഒഴുകുന്നത് പുഴയാലല്ല, അത് ഒഴുകുന്ന ഭൂതലത്താലാണ്. എവിടുന്ന് പുറപ്പെടും, എങ്ങനെ ഒഴുകും എന്നുള്ളത് പുഴയ്ക്ക് ഒരു ഇഷ്ടവുമില്ല, അവിടെ ഒരു ഇച്ഛയുമില്ല, ഒരു വീക്ഷണവുമില്ല. താൻ അങ്ങോട്ട് ഇരിക്കണു, താഴ്ന്ന ജലമാണെങ്കിൽ അങ്ങോട്ട് ഒഴുകും. ഇവിടെയാ താഴ്ന്നതെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകും. നമ്മുടെ ഗംഗാനദിക്ക് ഒരു പേരുണ്ട്, ഉത്തരവാഹിനി എന്ന്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഉത്തരവാഹിനി എന്താ? വടക്കുള്ള ഹിമാലയത്തിൽ നിന്ന് അതിന് ഓപ്പോസിറ്റായിട്ടാണ് ഒഴുകുന്നത്. അങ്ങനെ ഒഴുകുന്നതായ ആ പുഴ ഉത്തരവാഹിനി എന്ന് പറഞ്ഞാൽ വടക്കോട്ട് തിരിഞ്ഞൊഴുകുന്നു എന്ന്. അതെവിടെയാ? അതാണ് വാരാണസിയിൽ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മനസ്സിലായോ? പുഴയ്ക്കുള്ള വിശേഷമാണിത്. ഉത്തരവാഹിനി എന്നാണ് ആ വാരാണസിക്ക് പേര്, ആ സ്ഥലത്ത് ഗംഗയ്ക്കുള്ള പേര്. എങ്ങോട്ട് എവിടുന്ന് ഒഴുകി വരുന്നോ അവിടേക്ക് തന്നെ മടങ്ങി ഒഴുകിയിട്ട് പിന്നെ അതങ്ങോട്ട് തിരിച്ചു പോവുക. അതിനെന്താ കാരണം? ഭൂപ്രദേശം അങ്ങനെയാണ്. അപ്പോൾ പുഴയ്ക്ക് തൻ്റേതായ ഒരു ഇച്ഛയില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഉത്തമ ഭക്തന്മാരായി, തനിക്ക് ഒരു ഇച്ഛയുമില്ല ഇന്ന് മുതൽക്ക്, എല്ലാം കൂടി ഈശ്വരേച്ഛ മാത്രം മാത്രം മാത്രം. എന്നെ തമിഴിലൊരു ചൊല്ലുണ്ട്, എന്നെ ഉറക്കിയാൽ ഞാൻ ഉറങ്ങും, എഴുന്നേൽപ്പിച്ചാൽ ഞാൻ എഴുന്നേൽക്കും, സംസാരിപ്പിച്ചാൽ ഞാൻ സംസാരിക്കും, ഊണ് കഴിപ്പിച്ചാൽ ഞാൻ ഊണ് കഴിക്കും, ദഹിപ്പിച്ചാൽ എൻ്റെ വയറ് ദഹിപ്പിക്കും. കേൾക്കുന്നുണ്ടോ? അല്ലാണ്ട് അതൊന്നുമില്ല, അത് അതിൻ്റെ പാട്ടിൽ അങ്ങനെ നടന്നോട്ടെ എന്ന്, വെള്ളം ഒഴുകുന്ന മാതിരി നടന്നോട്ടെ, വേറെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ തന്നിച്ഛകൾ മുഴുവനും വിട്ടിരിക്കുക. സ്വച്ഛ പ്രകൃതിത, നൈസർഗികമായിട്ട് വേണം ലോകത്തിൽ ജീവിക്കാൻ. നിങ്ങളുടെ അനാവശ്യമായിട്ടുള്ള മനക്കോട്ടകളൊന്നും അവിടെ ആവശ്യമില്ല.
മനക്കോട്ട മനക്കോട്ട മനക്കോട്ട. അതിൻ്റെ ആവശ്യമില്ല. ഇല്ല, മനക്കോട്ട വലിയ ഉപദ്രവമുള്ളതാ. ഞാൻ കുറേ മുമ്പ് ഈ കഥ പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്നും കൂടി പറയാം. പഴയ കാലത്ത് ഒരു ഗൗരിയമ്മ ഉണ്ടായിരുന്നു, തൈര് കച്ചവടക്കാരിയാണ്. തൈര് കച്ചവടമാണ്. എന്നും മൺകുടത്തിൽ നല്ലപോലെ കെട്ടി ഒരു കുടം തൈര് പല വീടുകളിൽ നിന്നും ശേഖരിച്ച് തലയിൽ വെച്ച് ഇങ്ങനെ കൊണ്ടുപോകും. അപ്പം അങ്ങനെ കൊണ്ടുപോകുമ്പോൾ 4-5 കിലോമീറ്ററൊക്കെ നടന്ന് പലർക്കുമാണല്ലോ കൊടുക്കുക. അപ്പോൾ എന്നും ഈ തൈരും കൂടെ ഏറ്റി മേടിക്കുന്നവരെ ഓരോ വീട്ടിൽ പോകണം. കൊടുക്കാൻ കുറച്ച് ദൂരം ഒരു ടൗണിലാണ്, അടുത്ത പരിസരത്ത്. ആ ടൗണിൽ ഇങ്ങനെ പോകുമ്പോൾ കുറേ ഇടവേളയുണ്ടല്ലോ. ആ ഇടവേളയിൽ ആരുമില്ല സംസാരിക്കാൻ. തലയിൽ ഇതിൻ്റെ ഭാരവും വെച്ചിട്ട് ദിവസേന നടന്നു പോവുക. അപ്പോൾ ഒരു ദിവസം ഗൗരിയമ്മ ആലോചിച്ചു, ഞാൻ ഇപ്പോൾ തൈര് വിൽക്കുക. ആ തൈര് വിൽക്കുന്ന സമയത്ത് എൻ്റെ തലയിൽ കുടമുണ്ട്, ദിവസേന ഞാൻ പോകും. ഇപ്പോഴൊക്കെ തൈര് കുറേശ്ശെ കൊടുത്ത് ഞാൻ ഒരു ദിവസം ഇപ്പോൾ 10 റുപ്യയ്ക്ക് കച്ചവടം നടത്തുന്നുണ്ട്. എനിക്ക് 2 രൂപ കിട്ടുന്നുണ്ട്. 10 റുപ്യയ്ക്ക് 2 റുപ്യ എന്ന് പറഞ്ഞാൽ 20%. ഇതിങ്ങനെ കുറേ കഴിഞ്ഞാൽ എനിക്ക് ഈ തൈര് മേടിക്കാൻ പോണ്ടി വരില്ല. ഞാനൊരു പശുവിനെ മേടിച്ച് കിട്ടും. ആ പശുവിനെ കറക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് ലാഭം കൂടി 2 റുപ്യ എന്നുള്ള നിലയ്ക്ക് 4 റുപ്യ കിട്ടും. അപ്പം ഞാൻ 2 പശുക്കളെ മേടിക്കും. അങ്ങനെ 2 പശുക്കളും 3 പശുക്കളൊക്കെ മേടിച്ച് കുറേ കഴിഞ്ഞാൽ നല്ല തൊഴുത്ത്, പശുക്കളെ നോക്കാൻ ആൾക്കാർ. ഈ തൈര് കൊടുക്കുന്നതിന് പകരം ഞാൻ പാല് കൊടുത്തു കൊടുക്കും. ആ പാല് കൊടുക്കില്ല, എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് മേടിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ധാരാളം കാശായി. ഞാൻ കുറേ സൂക്ഷിക്കും. അത് കഴിഞ്ഞ് ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് കാശ് ചോദിച്ചാൽ ഞാൻ തരില്ല എന്ന് പറയുന്നു. പറഞ്ഞു തൈരും കുടം താഴത്ത് വീണ് പൊട്ടിയൊക്കെ തയ്യാറായി. ഈ മനക്കോട്ട കെട്ടിയാൽ ഇതാണ് ഉണ്ടാവുക. ഒരു മനക്കോട്ടയ്ക്കും പോണ്ട, തൈര് കുടം പൊട്ടി. ഇതാണ് അന്ന് ഉണ്ടായത്. അവിടെ പണക്കാരി അവലും കഴിഞ്ഞു, പണം കൊടുക്കാതെയും ഒക്കെ കഴിഞ്ഞു, ഒരൊറ്റ ആട്ടം. അപ്പോഴാണ് മനസ്സിലായത്, അയ്യോ ഇത് മനക്കോട്ടയായിരുന്നു. അപ്പം മനക്കോട്ടയൊന്നും ഇവിടെ ആവശ്യമില്ല. സ്വച്ഛ പ്രകൃതിത സ്നിഗ്ധ, വളരെ സ്നിഗ്ധ സ്വഭാവം. എന്താ ഈ സ്നിഗ്ധത? ഒരു സ്ഥലത്തും നിങ്ങൾ വാശി പിടിക്കരുത്. അതോ ഞാനത് ചെയ്യില്ല അല്ലെങ്കിൽ ചെയ്യും. 4 ആൾ കൂടി ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാവർക്കും ഏകാഭിപ്രായം ഉണ്ടായി എന്ന് വരില്ല. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നത് പെട്ടെന്നാവും, ആലോചിക്കാൻ സമയം കിട്ടിയില്ല എന്ന് വരും. എന്താണോ താൻ അങ്ങനെ ചെയ്ത്? അവിടെ അഭിമാനമൊന്നും നമ്മളെ ഇളക്കി മറിക്കണ്ട. കാര്യങ്ങൾ നടക്കണം, പരമാവധി നോക്കുക. അപ്പോൾ എന്ത് സംരംഭം നടത്തണമെങ്കിലും ആ കമ്മിറ്റിമാരോ നടത്തിപ്പുകാരോ തമ്മിൽ പരസ്പരം ഒരു സ്നേഹം വേണം. ആ സ്നേഹവായ്പയുണ്ടെങ്കിലേ അവിടെ നടക്കുള്ളൂ. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ യുവർ മൈൻഡ് ഷുഡ് ബി ഫ്ലെക്സിബിൾ എന്നർത്ഥം. വാസ്തവത്തിൽ നമ്മളൊക്കെ റിജിഡാണ്. ആ റിജിഡിറ്റി പോയി ഫ്ലെക്സിബിൾ ആയി തീരണം. ഏതുപോലെ? ഒരു പാത്രം വെള്ളം എടുത്തു, ഇങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചാൽ ആ വെള്ളത്തിന് ഈ ഷേപ്പായി. കിണ്ടിയിലൊഴിച്ചാൽ മുരലിലും നിറഞ്ഞു നിൽക്കും. അത് ഇക്കാലത്ത് പലതരത്തിലുള്ള പാത്രമാണല്ലോ ഇങ്ങനെ. ഇപ്പം ഇന്നത്തെ കാലത്തൊക്കെ തരണത് ഏറ്റവും വണ്ണം കുറഞ്ഞ് പൊക്കം കൂടിയതാണ്. കണ്ടാൽ അധികം ഉണ്ടെന്ന് തോന്നും. ഉള്ളതോ 150 മില്ലിയാണ്. അതിന് ഇത്ര പൊക്കം ഉണ്ടാവും. അപ്പോൾ എന്ത് വേണമെങ്കിൽ അങ്ങനെ ആക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും തന്നെ ഷെയ്പ്പ് ചെയ്യാം എന്നുള്ള നിലയ്ക്ക് മനസ്സ് കുറേ സ്നിഗ്ധമായിട്ടിരിക്കട്ടെ. ഇപ്പോൾ ശ്രീകൃഷ്ണനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വിനയശീലം വളരെ വിശേഷമാണ്. തേരാളിയായിരിക്കാൻ പറഞ്ഞപ്പോൾ തേരാളിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഇരിക്കില്ല, ഞാൻ വലിയ യോഗ്യന എന്ന് പറഞ്ഞ് പിന്മാറിയില്ല. അങ്ങനെ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ ആ സ്നിഗ്ധ സ്വഭാവം വേണം. മാധുര്യ തീർത്ഥഭൂനൃണാം, മനുഷ്യരോട് മധുരമായി സംസാരിക്കുക, മധുരമായി പെരുമാറുക. പിന്നെ വേറെ ഒന്നുണ്ട്, ഞാൻ അവിടെ പോവില്ല, ഇവിടെ പോവില്ല, അവിടെ പോയാൽ ശരിയല്ല, ഇവിടെ പോയാൽ ശരിയല്ല. എടോ, താൻ ശരിയാണോ? അതെ, താൻ പോകുന്നിടത്തൊക്കെ ശരിയാണ്. അവിടെ പോയാൽ ശരിയല്ല എന്നെന്തിനു പറയുന്നു? സൂര്യൻ എങ്ങനെയെങ്കിലും പറയുന്നുണ്ടോ ഞാൻ ഇന്ന സ്ഥലത്ത് പോവില്ല? എവിടെ ആയാലും പോവും, പോയയിടത്തൊക്കെ വിളിച്ച. അതുമായി രാമൻ പോയയിടത്തൊക്കെ അയോധ്യ എന്ന് പറഞ്ഞ മാതിരി നിങ്ങളെപ്പോഴും പവിത്രന്മാരായിരിക്കണം. പവിത്രന്മാർ, ശുദ്ധി വരുത്തുന്നവരും ശുദ്ധന്മാരുമാകണം. അപ്പോൾ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് തീർത്ഥഭൂ നൃണാം, നിങ്ങളുടെ അടുത്ത് വരുന്നവരെ ഒക്കെ ശുദ്ധമാക്കുന്ന തരത്തിലായിരിക്കണം നിങ്ങളുടെ സമീപനം. ഒരിക്കലും പറയരുത് അയാളുടെ പാപം എന്നെ പിടിപെട്ടു എന്ന്. മറിച്ച് പറയണം എൻ്റെ പുണ്യം അയാളിലേക്ക് ഒഴുകി എന്ന് പറയണം. മനസ്സിലായില്ലേ? ഞങ്ങൾ കുറേ കൊല്ലം മുമ്പ് വ്യാസതപോവനത്തിൽ ദക്ഷിണാമൂർത്തി ആ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാനായി അതിനുശേഷം ഒരു മൃത്യുഞ്ജയ ഹോമം അവിടെ നടത്തുന്നുണ്ടായി. അപ്പം നടത്തുന്ന സമയത്ത് അവിടെ കുറേ ആഢ്യന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, നമ്മൾ വലിയ ഒരു യാഗം നടത്തുന്നുണ്ട്, അതിൽ എല്ലാവരും വരണം എന്നാണ് നമ്മുടെ വിചാരം. അപ്പോൾ പല തട്ടുകളിലും പല ജാതിയിലും പലതിലും പെട്ടവരൊക്കെ വരും. നിങ്ങളെല്ലാവരും കൂടി അവരശുദ്ധി ഇവരശുദ്ധി എന്നൊന്നും പറയരുത്. ചിലപ്പോൾ കുളിക്കുന്നവർ വരാം, കുളിക്കാത്തവർ വരാം, പലതരത്തിലാണ്. അതുകൊണ്ട് ഒരു കാര്യം വേണം, നമ്മുടെ ഈ യാഗശാല ഒരിക്കലും അപവിത്രമാവില്ല. നേരെ മറിച്ച് ഇവിടെ വരുന്നവരൊക്കെ ഈ യാഗശാലയാൽ പവിത്രമാവുക ചെയ്യുക. മനസ്സിലായോ നിങ്ങൾക്ക്? 2 സമീപനം. സമുദ്രജലം പുഴ ഒഴുകി വന്നതുകൊണ്ട് കേടുവന്നു എന്നുള്ളൊരു. പിന്നെയൊന്നോ, എങ്ങനത്തെ പുഴ ഒഴുകി വന്നാലും സമുദ്രം അതിനെ ശുദ്ധമാക്കി തൻ്റെ നിലനിർത്തിക്കൊള്ളുന്നു. അപ്പം നിങ്ങൾ പുഴയാകാൻ പോകുന്നുവോ അതോ സമുദ്രമാകാൻ പോകുന്നുവോ ചോദിച്ചു. അങ്ങനെ സമുദ്ര സമീപനത്തോടു കൂടിയിരിക്കണം.
അപ്പം ആര് വേണമെങ്കിലും ഇവിടെ വന്നോട്ടെ, നമ്മൾ പറയും വൃത്തിയോടും വെടുപ്പോടും കൂടി. ഇവിടെ എന്തെങ്കിലും സമർപ്പണങ്ങളോ ഉപഹാരങ്ങളോ ആര് വേണമെങ്കിൽ തരട്ടെ. തന്നു കഴിഞ്ഞാൽ ഉപഹാരം ഇങ്ങോട്ട് തന്നാൽ അത് ശുദ്ധമായി, തരുന്നവരും ശുദ്ധമായി. അങ്ങനെ ആക്രാമികമായിരിക്കുന്ന ഒരു പരിശുദ്ധിയും കൊണ്ട് വേണം നമുക്ക് ഈ ലോകത്തിൽ നടക്കാൻ. ഞങ്ങളൊക്കെ സന്യാസിമാരാ, പലതരത്തിലുള്ള ആൾക്കാരോടും പെരുമാറേണ്ടി വരും, പലരും വരും. എല്ലാവരും ഒരുപോലെ നന്നാവുന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളൊക്കെ സുരക്ഷിതരാ. രക്തബന്ധവും വിവാഹബന്ധവും മാത്രമേ നിങ്ങളുടെ കുടുംബത്തിൽ വരുള്ളൂ. ഞങ്ങളുടെ അകത്ത് എല്ലാവരും വരാം. ആരൊക്കെയാണ് വരിക എന്നറിയില്ല. ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ ചരിത്രമൊക്കെ ഒന്ന് കേൾക്കണം, അടുത്ത് വന്ന് കേൾക്കണം. ആരൊക്കെ വന്നു, എത്ര കാലം ഇരുന്നു എന്നൊക്കെ കേട്ടാൽ അറിയാം. അതിലുണ്ട് കങ്കേമന്മാരൊക്കെ ഉണ്ട് അതിൽ. ഇരിക്കണം തോന്നിയാൽ ഇരുന്നോളൂ, അത് കഴിഞ്ഞ് പൊക്കോളൂ എന്ന് പറയും. അപ്പം അങ്ങനെയുള്ള ഒരു ഉറപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണമെന്ന്. മാധുര്യ തീർത്ഥഭൂഹു നൃണാം, എല്ലാവരെയും പുനിതമാക്കുന്നതായ ഒരു മനസ്ഥിതി നിങ്ങൾക്കുണ്ടാവണം. അപ്പം പവിത്രത അത്രത്തോളം വേണമെന്ന്. മുനിഹി പുനാത്യ അപാമിത്രം, വെള്ളത്തിൻ്റെ ജലത്തിൻ്റെ മിത്രമായി എല്ലാവരെയും പരിശുദ്ധി വരുത്തുന്നു. ഒരു സാധനം വളരെ വൃത്തികേടാണ്, നിങ്ങൾ എന്താ ചെയ്യുക? കഴുകാനായിട്ട് വെള്ളം ഉപയോഗിക്കും. ആദ്യം ഒഴിച്ച് കഴുകുന്ന വെള്ളം കലങ്ങി വൃത്തികേടാവും. വെള്ളം പിന്നെ ഒഴിച്ച് കഴുകുമ്പോൾ അവസാനം അത് ശുദ്ധമാവും. അപ്പോൾ ആദ്യത്തെ വെള്ളം പറയുക, നിങ്ങൾ വൃത്തികേടുള്ള ആൾ, എന്നെ എന്തിനാണ് യൂസ് ചെയ്യണത്? വൃത്തികേട് എനിക്കാക്കണേന്ന് ചോദിക്കുമോ വെള്ളം? അതുപോലെ നിങ്ങളുടെ മനസ്സും അതുപോലെ ആവണമെന്ന്. എന്നെ ഉപയോഗിച്ച് എത്ര വേണമെങ്കിലും വൃത്തിയായിക്കോട്ടെ. എന്നെ അയാൾ നോക്കിയത് നന്നായില്ല കേട്ടോ, എന്നാൽ നന്നായില്ലെങ്കിൽ വേണ്ട, അതുകൊണ്ടല്ലേ നോക്കിയത്. അപ്പോൾ അയാൾ നോക്കിയത് നന്നായില്ലെങ്കിലും ഞാൻ നന്നായിട്ട് അങ്ങോട്ട് നോക്കും, അപ്പോൾ അയാൾ ശുദ്ധമാവും. ഇതാണ് ഞാൻ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞത്. ഡോണ്ട് ബി ലോ, ബി വെരി ഹൈ. എ ഹൈ സോൾഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാ? ഈ ലോകത്തിനെ മുഴുവൻ പവിത്രമാക്കത്തക്ക വിധത്തിലുള്ള പവിത്രത നമ്മൾ സംഭരിച്ച് നടക്കണം. ബി എ മാസ്റ്റർ ഓഫ് ദ വേൾഡ്, നോട്ട് എ സ്ലേവ് ഇൻ ദ വേൾഡ്. ഈ ലോകത്തിൽ ഒരു അടിമയായി കഴിയരുത്, ഒരു മാസ്റ്ററായിട്ട് കഴിയണം ഇവിടെ. അപ്പം അതിന് നിങ്ങൾ പവിത്രത സംഭരിക്കണം. ഇത് പണം കൊണ്ടുവരുന്നതോ പ്രതാപം കൊണ്ടുവരുന്നതോ പണം കൊണ്ടുവരുന്നതോ അല്ല. ഇത് ഉൾധനം കൊണ്ടുവരുന്നതാണ്. അതിനാണ് ഈ ജലത്തിനെ കണ്ട് ഞാൻ പഠിച്ചു എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മുനിയെ ആ ആളിങ്ങനെ ലോകത്തിൽ നടക്കുമ്പോൾ എല്ലാ സ്ഥലവും പവിത്രമാവുക, വരുന്നവരൊക്കെ പവിത്രമാവുകയാണ്. ഈ ക്ഷോഭസ്പർശ കീർത്തനൈ, വെള്ളത്തിൽ പോയി നാം സ്പർശിക്കുക, കുളിക്കുക. ചിലപ്പോൾ പ്രോക്ഷണം ചെയ്യും, ചിലപ്പോൾ കുളിക്കും. ആ കുളി 2 തരത്തിലുണ്ട്. അഴുക്ക് പോവാനുള്ള ഒരു കുളി, അഴുക്കൊക്കെ പോയതിന് ശേഷം ഒന്ന് മുങ്ങുക നല്ല ജലത്തിൽ, അത് വേറെ ഒരു കുളി. അങ്ങനെ ജലത്തിനെ കണ്ടാൽ മണ്ണിനെ കാണുന്നതിനേക്കാൾ ശുദ്ധി. പരന്ന് കിടക്കുന്ന ജലം, ഒരുപോലെയുള്ള ജലം. സമുദ്രക്കരയിൽ ചെന്ന് നിന്ന് ഒന്ന് നോക്കൂ നിങ്ങൾ. അരമണിക്കൂർ നേരം അവിടെ നോക്കിയാൽ മതി. 2 കണ്ണ്, ചെറിയ കണ്ണാണ് നോക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന മനസ്സുണ്ടല്ലോ, ആ മനസ്സ് ഈ കാണുന്ന വിസ്താരത്തെ മുഴുവനും ഒരു ഉൾപതിപ്പാക്കി തീർക്കുന്നു. ഞാൻ പറയുന്നത് പ്രേക്ഷകരെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ചെറിയ 2 കണ്ണുകൊണ്ടാണ് ഇത്രയും വിശാലമായിരിക്കുന്ന സമുദ്രം നാം കാണുന്നത്. ആ കാണുന്നു എന്ന് പറയണമെങ്കിൽ ആ കാഴ്ച ഉള്ള അനുഭവമാവണം. ആ ഉള്ള അനുഭവമാവുമ്പോൾ ഈ വിശാലത മുഴുവൻ മനസ്സിൽ അങ്ങോട്ട് പതിഞ്ഞു. അങ്ങനെ പതിയുമ്പോൾ നിങ്ങൾക്ക് വികാസം വരുന്നുണ്ടോ ഇല്ലയേ? അങ്ങനെ വികസിതരായി ജീവിക്കൂ. തുച്ഛാത്മാക്കളാകരുത്, അല്പാത്മാക്കളാകരുത്, പിശുക്കന്മാരാകരുത്. ഉദാരമതികളാകൂ. ഔദാര്യം അങ്കുരിക്കട്ടെ നിങ്ങളുടെ മനസ്സിൽ. വിശാലത മുളയ്ക്കട്ടെ, വിസ്താരം ഉത്പന്നമാകട്ടെ അവിടെ. ഇതിനൊക്കെയുള്ളതാണ് മനസ്സ്. വീട്ടിൽ നിന്ന് പുറത്തു കിടക്കൂ, വിശാലമായ ദൃശ്യങ്ങൾ കാണൂ. ഒന്നുമില്ലെങ്കിൽ ആകാശ പരപ്പിനെ കാണൂ. അരമണിക്കൂർ നേരം ആകാശത്തിനെ നോക്കിയിരിക്കൂ. ആ അരമണിക്കൂർ നേരം നിങ്ങളുടെ മനസ്സ് ആകാശം തന്നെയാകുന്നത്. ഈ ക്ഷോഭസ്പർശ കീർത്തനൈ, നാം പുഴയെയും നദിയെയും തീർത്ഥങ്ങളെയും സമുദ്രങ്ങളെയും ഒക്കെ സ്തുതിക്കുന്നുണ്ട്. അതുപോലെ ലോകത്തിലുള്ള സജ്ജനങ്ങൾ, മഹാത്മാക്കളുണ്ടോ, ആ മഹാത്മാക്കളെ സ്തുതിക്കുക ചെയ്യുക. ഇപ്പോൾ ശ്രീകൃഷ്ണൻ ഇവിടെ എന്താ ശ്രീകൃഷ്ണൻ ചെയ്യുന്നത്? അവധൂതനെ സ്തുതിക്കുകയല്ലേ ഇവിടെ ചെയ്യുന്നത്. അവധൂതൻ യദുചക്രവർത്തിയോട് പറഞ്ഞു എന്ന് പറഞ്ഞ് കൃഷ്ണ പരമാത്മാവ് ആ ഗാനം ഉദ്ധവന് പാടിക്കേൾപ്പിക്കുകയാണ് ദ്വാരകയിലിരുന്ന്. ആ ദ്വാരകാധിപൻ പാടാൻ തക്ക വിധത്തിലുള്ള ഒരു സംവാദമായിരുന്നു അവധൂതനും യദുവും കൂടി നടന്നത് എന്ന് വരുമ്പോൾ ആ അവധൂത യദു സംവാദത്തിൻ്റെ മഹിമ, അതിൻ്റെ മാനം, അതിൻ്റെ മേന്മ, അതിൻ്റെ ഉത്തുംഗതയും ഔത്കൃഷ്ടവും ശ്രേഷ്ഠതയും എല്ലാം എത്രയായി എന്നൊന്ന് ആലോചിക്കൂ. ആ പാട്ടാണ് ഭൂമാനന്ദ സ്വാമി നൈമിഷാരണ്യം സത്രശാലയിലിരുന്ന് ഉദ്ധവനെ പോലെയുള്ള ബഹുശതം ഉദ്ധവന്മാരോട് പാടുന്നത്.
ഇതിലധികം ഒരു സ്തുതി ലോകത്തിലുണ്ടോ? നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ആ അവധൂത ഗീതയ്ക്ക് എന്തുമാത്രം വിലയായി കൃഷ്ണപരമാത്മാവിൻ്റെ മുഖത്തിലൂടെ ഞങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ മുഖങ്ങളിലൂടെ. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ആ ജലത്തിനെ വാഴ്ത്തുന്നത് പോലെ താൻ കണ്ണുകൊണ്ട് കാണുന്നു, താൻ തൊടുന്നു, തന്നെ തൊടാൻ അനുവദിക്കുന്നു. പലരും വന്ന് നമസ്കരിക്കും, പാദസ്പർശം ചെയ്യും. ചിലരൊക്കെ അയ്യോ വളരെ നന്ന്, അങ്ങേപ്പോലെയുള്ള സജ്ജനങ്ങളില്ലല്ലോ, വളരെ നന്നായി. യദുചക്രവർത്തി എന്ത് പറഞ്ഞ് സ്തുതിച്ച സംസാരിക്കാൻ തുടങ്ങിയത്? ഇങ്ങനെയാണ് ഞാൻ ലോകത്തിലുള്ളവരെ എല്ലാവരെയും ശുദ്ധമാക്കി തീർക്കുന്നത്. ഈ ശുദ്ധമാക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ജലത്തിനെ പോലെ ഞാൻ പവിത്രനായി നടക്കണു എന്നാണ് പറയുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ സജ്ജനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള രംഗങ്ങളാണ്. 2 ശ്ലോകം ഞാൻ പറയാം. ഇത് ഒന്നിലധികം സ്ഥലത്ത് ശ്രീമദ് ഭാഗവതം തന്നെ പാടുന്ന പാട്ടാണ്. നഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാമൃച്ഛിലാമയാഃ തേ പുനന്ത്യുരുകാലേന ദർശനാദേവ സാധവഃ. ശ്രീകൃഷ്ണൻ പറയാണ്. ശ്രീകൃഷ്ണനും ബലരാമനുമൊക്കെ പോയിരിക്കുന്നു പ്രഭാസ തീർത്ഥത്തിൽ നിന്ന് കേട്ട് എല്ലാവരും ബ്രാഹ്മണരും സജ്ജനങ്ങളും മഹർഷിമാരും തപസ്വികളും വന്നു. ആ തപസ്വികൾ വന്നപ്പോൾ അവർ വന്ന് ശ്രീകൃഷ്ണനെ സ്തുതിച്ചു. ആ സ്തുതി കേട്ടതിന് ശേഷം കൃഷ്ണപരമാത്മാവ് അങ്ങോട്ട് അവരെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിക്കുന്ന രംഗമാണ് ഞാനിവിടെ പറയുന്നത്. ഇതേ ശ്ലോകങ്ങൾ വേറെ സ്ഥലത്തും ഉണ്ട്. നഹ്യമ്മയാനി തീർത്ഥാനി. ഞാൻ ചൊല്ലിത്തന്നാ നിങ്ങൾ ചൊല്ലുവോ? നഹ്യമ്മയാനി തീർത്ഥാനി നഹ്യമ്മയാനി തീർത്ഥാനി. ഈ അമ്മയാനിന്ന് കേൾക്കുമ്പോൾ മലയാളമാണോ എന്ന് തോന്നുന്നുണ്ട് ഇല്ലേ? അപ്പുമയാനി സന്ധ്യയാണ് അവിടെ. അപ്പുമയാനി അമ്മയാനി പാഭ ബാഭ മാ. അപ്പം അപ്പ് മയം അമ്മയമായി. കേട്ടോ? നഹ്യമ്മയാനി തീർത്ഥാനി. ഈ തീർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളെ ശുദ്ധമാക്കുന്നത്. അപ്പം നമ്മെ ശുദ്ധമാക്കാനായി തീർത്ഥം എന്ന് നമ്മൾ പറഞ്ഞ് തേടുന്ന സ്ഥലം ഏതെങ്കിലും ഒരു പുഴയോ നദിയോ തടാകമോ അങ്ങനെയൊക്കെ ആവാറാണ് പതിവ്. എന്നാൽ കൃഷ്ണൻ പറയാണ്, ഈ മഹാത്മാക്കളെ നോക്കി അവർ സ്തുതിച്ചുവല്ലോ, അതിന് പ്രതിസ്തുതിയായി അദ്ദേഹം പറയാണ് നഹ്യമ്മയാനി തീർത്ഥാനി. വാസ്തവത്തിൽ ജലം കൊണ്ടുള്ളതായ തീർത്ഥങ്ങളല്ല, അവ ശുദ്ധീകരിക്കുന്നില്ല. ധർമ്മപ്രോജ്ജിത കൈതവോത്ര പരമോ. 2-ാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇവിടെ ധർമ്മം പ്രതിപാദിക്കുന്ന സമയത്ത് ഒരു ലജ്ജയുമില്ലാതെ തൊലി ഉരിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. തൊലി ഉരിച്ച് പറയാണ്. എന്ത്? നിങ്ങളെല്ലാം കരുതിക്കൊണ്ടിരിക്കുന്ന തീർത്ഥസ്ഥാനങ്ങൾ തീർത്ഥങ്ങളല്ല, ജലം കൊണ്ടുണ്ടായതാണല്ലോ ഇത് മുഴുവനും. ആ ജലമയങ്ങളല്ല വാസ്തവത്തിൽ തീർത്ഥങ്ങൾ. മതിയോ? പോരാ. ന ദേവാമൃച്ഛിലാമയാഃ. മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ളതായ വിഗ്രഹങ്ങൾ ദേവന്മാരുമല്ല. കേൾക്കുന്നുണ്ടോ? ന ദേവാമൃച്ഛിലാമയാഃ നഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാമൃച്ഛിലാമയാഃ. എന്താ കാരണം? വെറുതെ പറയല്ല, പറയുന്നത് യുക്തിസഹമായിട്ടാ. തേ പുനന്ത്യുരുകാലേന. ഏതെങ്കിലും ഒരു ദേവനാണെന്നിരിക്കട്ടെ. എന്ത്? ദേവനാണെങ്കിൽ ഒരിക്കൽ പോയി കണ്ടു, ദർശിച്ചു. ദേവാ, ഞാൻ അങ്ങയുടെ മുൻപിൽ വന്ന് നിൽക്കുന്നു. അങ്ങ് സർവശക്തനാണ്, സർവജ്ഞനാണ്, സർവവ്യാപിയാണ്. ഞാനോ മഹാഭാവി നമ്പർ 1. അതുകൊണ്ട് ഞാൻ മഹാഭാവിയാണെങ്കിലും അങ്ങ് എല്ലാവിധത്തിലും ഈ പാപത്തെ തുളച്ചു മാറ്റാൻ ശക്തിയുള്ളവനാണ്. അതുകൊണ്ട് ഞാൻ വന്നിരിക്കുന്നു, എന്നെ ഉടനടി ശുദ്ധമാക്കണേ. ഉടനെ ശുദ്ധമാവണോ വേണ്ടയോ? ഞാൻ നമസ്കരിച്ചതും തൊഴുതതും പ്രാർത്ഥിച്ചതും വാസ്തവത്തിൽ ആ വിഗ്രഹം ഈശ്വരനാണെങ്കിൽ ഞാൻ അങ്ങോട്ട് സറണ്ടർ ചെയ്ത് കീഴടങ്ങി മഹാഭാവിയായിരിക്കുന്ന ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചപ്പോൾ സർവശക്തനായിരിക്കുന്ന അങ്ങയുടെ സൃഷ്ടിയാണ് വാസ്തവത്തിൽ ഞാൻ. ഉടനടി എന്നെ ഒരു നോക്ക് കണ്ട് കടാക്ഷിച്ച് പവിത്രനാക്കി തീർക്കണ്ടേ? നടക്കുന്നുണ്ടോ? അപ്പൊ എവിടെയാ കുറവ്? ന ദേവാമൃച്ഛിലാമയാഃ. മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള വിഗ്രഹങ്ങൾ ആരുണ്ടാക്കിയതാ? നമ്മളുണ്ടാക്കിയതാണ്. എന്നിട്ട് ആരാ പറയണത് അത് ദൈവമാണെന്ന്? നമ്മളാ പറയണത്. അതിനെ ദൈവമാക്കി തീർക്കാൻ എന്ത് ചെയ്തു? നമ്മൾ തന്നെയാണ്. താന്ത്രികവും മാന്ത്രികവുമായിരിക്കുന്ന കർമ്മങ്ങളും മന്ത്രങ്ങളുമെല്ലാം ചെയ്ത് അതിൽ അഭിഷേകം ചെയ്തു. അതിൽ ദ്രവ്യാധിവാസം, ജലാധിവാസം, തത്വകലശ പൂജ, ഇതൊക്കെ ആരാ നടത്തിയത്? ഈ മഹാഭാവി എന്ന് പറയുന്ന ആൾ തന്നെയാണല്ലോ നടത്തിയിരിക്കുന്നത്.
അത് നടത്തിയിട്ട് അതുകൊണ്ടുണ്ടായ ശുദ്ധിയാണ് ആ കല്ലിനെ ദൈവം എന്ന് പറഞ്ഞ് ദൈവത്വം അവരോധിച്ച് ദാ തൊഴുതോളൂ നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ദൈവത്തെ ഉണ്ടാക്കിയതാരാ? തേ പുനന്തി ഉരുകാലേന, വളരെ കാലം ഇപ്പോൾ കാശിയിലോ രാമേശ്വരത്തിലോ ചെന്ന് താമസിച്ച് ദീർഘകാലം അവിടെ തപസ് ചെയ്താൽ അവിടെ തപസ് ചെയ്യണത് ആരാ? രാമേശ്വരോ അതോ നിങ്ങളോ? അപ്പം നമ്മൾ ദീർഘകാലം തപസ് ചെയ്തത് കൊണ്ട് നമുക്ക് കുറച്ചൊരു ശുദ്ധി അനുഭവപ്പെടും. അപ്പുറത്തുനിന്ന് ഒന്നും വരുന്നില്ല. ഏതെന്ന്? വിഗ്രഹത്തിൽ നിന്നോ കല്ലിൽ നിന്നോ വെള്ളത്തിൽ നിന്നോ ഒരു പൊട്ട് പോലും ഇല്ല. നിങ്ങൾ ഒരു ദേവരുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് അത് കാണുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒക്കെ ഇടിവെട്ട് കൊണ്ടതുപോലെ ആയിണ്ടാവും നിങ്ങളല്ലേ? ശാസ്ത്രമാണ് ഭൂമാനന്ദ സ്വാമിജി പറയുന്നത്. ശാസ്ത്രം കാര്യങ്ങളെ ഗുണദോഷ രൂപത്തിൽ ഉപദേശിക്കുന്നതാണ് ശാസ്ത്രം. ആ ശാസ്ത്രവാക്യങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അത് വിവരിക്കാൻ ഞങ്ങളെപ്പോലെയുള്ളവർ തന്നെ പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റില്ല. അവർക്ക് പല വിധത്തിലുള്ള സ്വാർത്ഥ വിഷമങ്ങളും അവിടെ ഉണ്ടാവും. നഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാമൃച്ഛിലാമയാ തേ പുനന്തി ഉരുകാലേന. 40 കൊല്ലം ബനാറസിൽ ചെന്ന് താമസിച്ചു. എന്നിട്ടോ ഒരു 2 കിലോ പുണ്യം കിട്ടി. അത് ആരുടെ മെടുക്കുക? 40 കൊല്ലം താമസിച്ച് ഞാൻ കഷ്ടപ്പെട്ടത് കൊണ്ട് കിട്ടിയതോ അതോ ഗംഗാനദി എനിക്ക് തന്നോ? അപ്പോൾ പിന്നെ അവർ ദൈവമാണോ? നേരെ മറിച്ച് ദർശനാദേവ സാധവ, സാധുക്കൾ മഹാത്മാക്കളുണ്ടല്ലോ, അവരുടെ അടുത്ത് ചെന്നാൽ അവർ കടാക്ഷത്തോടുകൂടി നിങ്ങളെ ഒന്ന് കുളിർക്ക കാണും. നിങ്ങൾ പറയുന്നത് കേൾക്കും. നിങ്ങളൊരു ക്ഷേത്രത്തിൽ ചെന്ന് എത്ര വേണമെങ്കിലും പുലമ്പിക്കോളൂ, എൻ്റെ അമ്മേ എനിക്ക് ആരുമില്ലേ, ഇല്ലേ എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞോളൂ. ഈ പറയുന്നത് കേൾക്കാൻ അവിടെ 2 ചെവിയില്ല. ഇനി എങ്ങാനും ദൈവം കേട്ടു തുടങ്ങി കണ്ണനക്കി തുടങ്ങി എന്ന് പറഞ്ഞാൽ അത് തന്ത്രശാസ്ത്രപ്രകാരം ഒരു ദൂഷ്യമാണ്. അതിന് കലശം നടത്തേണ്ടി വരും. നമ്മൾ നോക്കുന്ന സമയത്ത് ആ വിഗ്രഹത്തിന് എന്തെങ്കിലും ഇളക്കമോ നമ്മുടെ പ്രാർത്ഥന കേട്ട് ഒരു തലകുലുക്കലോ നടത്തിയാൽ അത് ബിംബത്തിന് കേടായിട്ടാണ് ശാസ്ത്രം പറയുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പോൾ നേരെ മറിച്ച് സജ്ജനങ്ങളുടെ മുൻപിൽ നിങ്ങൾ ചെന്നാൽ അവർ സ്വയം നിങ്ങളെ നോക്കുന്നുണ്ടല്ലോ. നിങ്ങൾ പറയുന്ന പ്രാർത്ഥന 2 ചെവിയും കൂടി കേൾക്കണില്ലേ? അതിലൊരു ഉരുക്കം സജ്ജനങ്ങളുടെ മനസ്സിനുണ്ടാവുന്നില്ലേ? അപ്പൊ ഏതാ മേലെ? സജ്ജന സമക്ഷം ചെല്ലുന്നതോ അതോ ഈ ജഡസമർത്ഥം ചെല്ലുന്നതോ? ഇതാണ് ഭാഗവതം. അത് വേറെ ആരുമല്ല, കൃഷ്ണ പരമാത്മാവ് മഹാത്മാക്കളെ നോക്കി പറയുന്നതാണ് രംഗം. രംഗം നഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാമൃച്ഛിലാമയാ തേ പുനന്തി ഉരുകാലേന ദർശനാദേവ സാധവ. ദർശനം കൊണ്ട് മാത്രം സാധുക്കൾ നിങ്ങളെ പവിത്രമാക്കി തീർക്കണു. അഹോ മഹാപാപം എന്ന് പറഞ്ഞു വരണു. എവിടെയാ ഈ മഹാപാപം? ഒറ്റ ആളിലും മഹാപാപം ഇല്ല. മഹാപാപം എന്ന് പറയുന്നത് അവനവൻ്റെ ഭാവനയില്ല. ശരീരം ചെയ്ത പ്രവൃത്തി കൊണ്ട് ശരീരത്തിന് ബാധയുണ്ടോ? നമ്മൾ കഷ്ണം മുറിച്ചപ്പോൾ കഷ്ണം മുറിക്കപ്പെട്ടു എന്നേ ഉള്ളൂ, കൈ മുറിക്കപ്പെട്ടു. അപ്പോൾ എവിടെയാ ഈ പാപം എന്നുള്ളൊരു തോന്നൽ? നമ്മുടെ മനസ്സിലാണ്. വാസ്തവത്തിൽ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു അന്തരാത്മാവുണ്ട്. അവിടെ പാപവുമില്ല, അവിടെ പുണ്യവുമില്ല. ഇത് സജ്ജനത്തിന് നല്ല പോലെ അറിയാം. അതുകൊണ്ടാണ് കടാക്ഷത്തോടുകൂടി നോക്കി പറയുന്നത്.